മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് എന്നെ കാണുന്നവർക്ക് ഞാൻ പറയാണ് ഒരിക്കൽ കൂടി, എൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ശ്രുതി വൈശാഖ് എന്നാണ്. നിങ്ങൾക്ക് ശ്രുതി ടീച്ചർ, മാളു മിസ്, SV എന്നൊക്കെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പരമപ്രധാനമായ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കാണാറുള്ള, പ്രത്യേകിച്ച് USS പരീക്ഷയിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ചോദ്യമല്ല, ഒരു കൂട്ടം ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. റെഡി അല്ലേ? യെസ്. അപ്പോൾ USS നേടാൻ നമ്മൾ എങ്ങനെ പഠിക്കണം? അറിഞ്ഞു പഠിക്കണം, എന്നാൽ നമുക്ക് പഠിച്ച് നേടാം അല്ലേ? അപ്പോൾ ഇത് തന്നെയുള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും കേൾക്കുക അല്ലെ? കേൾക്കുന്ന കാര്യങ്ങൾ അവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്തെടുക്കുക പലപ്പോഴായിട്ട് അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരാം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ സൈലത്തിന്റെ നിരവധി ബാച്ചുകളെ കുറിച്ച് നമുക്കറിയാം. ക്ലാസ് 4, ക്ലാസ് 5, 6, 7, അതുപോലെ NEET JEE വരെ നമുക്ക് ഇവിടെ ആപ്പ് ഉണ്ട് അല്ലേ? ബാച്ചുകളുണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠനം വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് അവിടെ ഉള്ളതെന്നും എല്ലാവർക്കും അറിയാം. USSന്റെ ലോഞ്ചും ഇനി അടുത്ത ദിവസം തന്നെ നടക്കുകയാണ് നമ്മുടെ യൂട്യൂബിലും ആപ്പിലൊക്കെ അല്ലേ? യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? USSന്റെ എല്ലാത്തരം കാര്യങ്ങളും അല്ലേ, പഠിക്കുന്ന രീതി മുതൽ പഠന പ്രവർത്തനങ്ങൾ വരെ. പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ബാച്ച് നാളെ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ ലോഞ്ചിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് കൂടി ടീച്ചർ പറയാണ് കേട്ടോ. ഇന്ന് ടീച്ചർ പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഈ വിധം. പാഠപുസ്തകങ്ങളൊക്കെ മാറിക്കോട്ടെ, പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ എഴുതും എന്നുള്ള ആശങ്ക ഉണ്ടായിരിക്കുമ്പോഴും നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്നതിലപ്പുറം പാഠപുസ്തകത്തിൽ നിന്ന് അപ്പുറമുള്ള ചോദ്യങ്ങൾ, ഒരു മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അറിയേണ്ട ചില കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ എന്നൊക്കെ ഒരുപാട് കേരള തുടങ്ങിയ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? സാഹിത്യകാരന്മാരെയാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ടീച്ചർ കേരള വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തരാം. ഇത് ഒരുമിച്ച് അങ്ങ് ബൈഹാർട്ടൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെയും ആവർത്തിച്ച് വായിച്ചു നോക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇത് പഠിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം അല്ലേ? നോക്കിക്കോളൂ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നതും കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നമ്മുടെ ദേശീയതയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന കവിയാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ അല്ലേ? അതുകൊണ്ട് തന്നെ കേരള ടാഗോർ എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ജനഗണമന എഴുതിയത്. അതെല്ലാവർക്കും അറിയാലോ. അതൊരു നമ്മുടെ ദേശീയ ഗാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന. അപ്പോൾ വള്ളത്തോളിനെ നമ്മൾ എന്ത് അറിയപ്പെടുന്നു? ദേശീയതയുടെ കവി. ഒരുപാട് കവിതകൾ അല്ലേ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, ദേശീയതയെക്കുറിച്ചുള്ള ഒരുപാട് കവിതകളൊക്കെ നമുക്ക് സമ്മാനിച്ച എഴുത്തുകാരനാണ് ആര്? കേരള ടാഗോർ, കേരള വാൽമീകി, കേരള ടെന്നിസൺ എന്നൊക്കെ അറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകരിൽ 2 പേരിൽ ഒരാളാണ് അല്ലേ? സ്ഥാപകനായ കവി ആര് എന്ന് ചോദിച്ചാലും അത് വള്ളത്തോളാണ്. അപ്പൊ കേരള വാൽമീകിയും കേരള ടാഗോറും കേരള ടെന്നിസണും ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇനിയും കേരള വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. നോക്കൂ. കേരള വ്യാസൻ. കേരള വാൽമീകി നമ്മൾ പറഞ്ഞു വള്ളത്തോളാണ്. ഇനി കേരള വ്യാസൻ ഉണ്ട്, അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണെങ്കിൽ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അല്ലേ? കാളിക്കോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. കാളിദാസൻ കോഴി ഇല്ലേ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ.
ആരും കേൾക്കണ്ട ഞാൻ കോഡ് ഉണ്ടാക്കുന്നത്. കോഡ് ഓരോരുത്തരും സ്വന്തം ഉണ്ടാക്കേണ്ടതാണ്. ടീച്ചർ പറയുന്ന കോഡിനേക്കാളും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോഡിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് ഞാൻ കോഡ് പറഞ്ഞു തരില്ല എന്നല്ല കേട്ടോ, ഒരുപാട് കോഡുകളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അതുപോലെ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പൊ കേരള വ്യാസനെ പഠിച്ചോളൂ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനും, കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പുമാണ്. ഇനി അടുത്തത് കേരള സൂർദാസ്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ടോ? കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം എന്ന കവിയാണ്. പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയൊക്കെ എഴുതിയ പൂന്താനം. അപ്പോൾ ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൃതികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ് കേട്ടോ, പൂന്താനം നമ്പൂതിരി. അതുപോലെ കേരള ഹർഷൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരള ഹർഷൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. കേരള ഹർഷൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. ആരാണ്? കേരള പാണിനി AR രാജരാജവർമ്മ. കേരള ഹർഷൻ ആരാണ്? ഉള്ളൂരാണ്. കേരള ഹർഷൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കേട്ടോ. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. കേരള സൂർദാസ് പൂന്താനമാകുമ്പോൾ കേരള ഹർഷൻ ഉള്ളൂരാണ്. കേരള പാണിനി AR രാജരാജവർമ്മ. പാണിനി, കേരള പാണിനി രാജരാജവർമ്മ. ഓർത്ത് വെക്കുക കേട്ടോ, കേരള പാണിനി AR രാജരാജവർമ്മ. ഇനി അടുത്തത് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്ന കവിയാണ് NN കക്കാട്. കേരള എലിയറ്റ് NN കക്കാടാണ് കേട്ടോ, NN കക്കാട്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള എലിയറ്റ് NN കക്കാടാണ്. കക്കാട് ഞങ്ങളുടെ നാട്ടിലാണ് കേട്ടോ, പേരാമ്പ്രയ്ക്കൊക്കെ അടുത്താണ്. NN കക്കാട്. കേരള എലിയറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. NN കക്കാട് സഫലമീ യാത്രയൊക്കെ എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണ് സഫലമീ യാത്ര. അതുപോലെ കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നു N കൃഷ്ണപിള്ള. N കൃഷ്ണപിള്ള. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. ഇത് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കാണുക, ഒന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനായിട്ടൊരു സമയമൊന്നും കൊടുക്കണ്ട. വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഒന്ന് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് ഓണാക്കി വെക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും, എന്നിട്ട് നിങ്ങൾ ചായയൊക്കെ കുടിച്ച് സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയത്ത് വെറുതെ മൈൻഡിലേക്കൊന്ന് കൊണ്ടുപോവാം. കേരള എലിയറ്റ് ആരായിരുന്നു? എലിയറ്റ് കക്കാട് ഇല്ലം. NN കക്കാടാണ്. കക്കാട് ഇല്ലത്ത് എലി കൂടുതലാണ് എന്നൊക്കെ ഓർക്കുക. NN കക്കാട്, NN കക്കാട്. കേരള ഇബ്സൻ കൃഷ്ണപിള്ള. ഇബ്സൻ കൃഷ്ണ, ഇബ്സൻ കൃഷ്ണ, ഇബ്സൻ കൃഷ്ണ, കൃഷ്ണപിള്ള അല്ലേ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. ലീലാവതി ടീച്ചറാണ് ചങ്ങമ്പുഴയെ കേരള ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പോൾ കേരള 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 എന്നുള്ളത് ഒരുപാട് പറയുമ്പോൾ ഇനിയും ഒരുപാടുണ്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, ഇത് ഒരു ടൈപ്പ് ഓഫ് ചോദ്യം. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? നമുക്കറിയാം 4 ഓപ്ഷനുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ് കേട്ടോ. USS പരീക്ഷയ്ക്ക് കാണാറുണ്ട് ശരിയായ പദം. അപ്പോൾ കവയിത്രിയുണ്ട്, കവി ഇത്രിയുണ്ട്, കവിയത്രിയുണ്ട്, കവിത്രിയുണ്ട്. അപ്പൊ കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഇവിടെ ചോദിക്കുന്നത്. കവി, കവിയുടെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് കവ ഇത്രിയാണ്. കവ ഇത്രി, ഓർത്ത് വെക്കുക കേട്ടോ. കവ ഇത്രി. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഏതാണ്? ഇതാ, കവ ഇത്രി. ഓപ്ഷൻ A തന്നെയാണ് കേട്ടോ, കവ ഇത്രിയാണ്. കവ ഇത്രി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം. ഇനി അടുത്തത് നോക്കൂ, ആകാംക്ഷയാണോ? ആകാംക്ഷയാണോ? ഏതാണ്? ആകാംക്ഷയോടെ കാത്തിരുന്നു. ആകാംക്ഷ അല്ല, ആകാംക്ഷ ആണ്. ആകാംക്ഷ അല്ലേ, ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നുള്ളതാണ് ആകാംക്ഷ. അപ്പോ അടുത്ത ചോദ്യം നോക്കൂ, ചെതലാണോ ചിതലാണോ?
ചെതലാണോ ചിതലാണോ? നമുക്ക് അവിടെയൊക്കെ ചെതൽ ഉണ്ടാവലുണ്ട് അല്ലേ? ചിതലാണോ അത് ചെതലാണോ? ചെതലിൽ നിന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അത് ചിതലാണ്, ചിതലാണ് കേട്ടോ, ചിതൽ. എന്നാൽ നമ്മൾ ചിലവാണോ ചെലവാണോ നിങ്ങൾക്കറിയാമോ? ചിലവാണോ ശരി? ഇതാ ചെലവാണോ? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, കണ്ടുപിടിക്കുമോ? ഇതാ അടുത്തത് അടിമത്വമാണോ അടിമത്തമാണോ അടിമത്വമാണോ? അടിമത്തം ഓർ അടിമത്വം, ഏതാണ് ശരി? ഏതാണ് ശരി? ഉത്തരം ഇതാണ്, അടിമത്വം. അടിമത്വമല്ല, അടിമത്തമാണ്. അപ്പോൾ ഇത് നമ്മൾ ചെതലാണോ ചിതലാണോ എന്നുള്ളത് ചിതലാണ്. ആകാംക്ഷയാണോ ആകാംക്ഷയാണോ എന്ന് ചോദിച്ചാൽ ആകാംക്ഷയാണ്, ആകാംക്ഷ കൃഷ. ഇത് വെറും ക്ഷ ആണ് അല്ലേ? ആകാംക്ഷയാണ് ശരി ഉത്തരം. ചെതലാണോ ചിതലാണോ? ചിതലാണ് അല്ലേ? അടിമത്തമാണോ അടിമത്വമാണോ? അടിമത്തമാണ്. ഇനി സത്യാഗ്രഹം ഓർ സത്യഗ്രഹം, ഏതാണ് ശരി ഉത്തരം? സത്യാഗ്രഹമാണോ സത്യഗ്രഹമാണോ? ഏതാണ് ശരി ഉത്തരം മക്കളെ? വേണ്ട സത്യഗ്രഹമാണ്. അതുപോലെ സത്യഗ്രഹിയാണ്. ഉപ്പ് സത്യഗ്രഹമാണ്, സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത് തെറ്റാണ്, ഇതാണ് ശരി, സത്യഗ്രഹമാണ് ശരി. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനിയും ടീച്ചർ പരിചയപ്പെടുത്തി തരാം. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. കവയിത്രി, കവി എന്ന് നമ്മൾ പറഞ്ഞാലും കവ ഇത്രി എന്നാ പറയൂ. അതിൻ്റെ ഇവിടെ വള്ളി ഇടാറില്ല, യായ്ക്കാണ് നമ്മൾ വള്ളി ഇടാറ്. കവ ഇത്രിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23 ഏപ്രിൽ 21 മാർച്ച് 8 ജനുവരി 10? എല്ലാവരും കമൻറ്റ് ചെയ്യുക. ശ്രുതി ടീച്ചറിൻ്റെ ഇന്നത്തെ USS ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നും കൂടെ കമൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, ഞാൻ ഈ കമൻറ്റ്സ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇനി വേണോ വേണ്ടയോ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏപ്രിൽ 23, 21, മാർച്ച് 8, ജനുവരി 10 ഇതിൽ ഏതാണ് ലോക പുസ്തക ദിനം? അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക? അറിയാവുന്നവർ അപ്പം തന്നെ കമൻറ്റ് ചെയ്യും, ഇല്ലാത്തവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ആ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ മൈൻഡിൽ അവിടെ തറച്ച് നിൽക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പരീക്ഷാകാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പരീക്ഷാ സമയത്തൊക്കെയാണ് നോട്ട്സിനൊക്കെ തപ്പി നടക്കുക അല്ലേ? അപ്പോൾ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.